വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആവർത്തിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഈ ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ ഇങ്ങനൊരു ദിനം ആചരിക്കേണ്ടി വന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുള്ളത്? നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് എന്ത് കാര്യങ്ങളൊക്കെ ഉള്ളത്? വായു, വെള്ളം, വസ്ത്രം, ഭക്ഷണം, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞ 3 വാക്കുകളിൽ അതിനെ നമുക്ക് ചുരുക്കി പറയാം. അത് WAF. ഒന്നാമത് വാട്ടർ, ജലം. രണ്ടാമത് എയർ, വായു, ശുദ്ധവായു കിട്ടണം. മൂന്നാമത് F, ഫുഡ്, ഭക്ഷണം. അപ്പോ വെള്ളം വേണം, വായു വേണം, ഭക്ഷണം വേണം, അല്ലെ? ഇത് പഴയ തലമുറയിൽ ഇപ്പോഴത്തെ തലമുറയിൽ ഒരുവിധ ആൾക്കാരുടെ ചോദ്യം പറയുന്ന ആദ്യത്തെ 3 മറുപടി ഇതാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പുതിയ തലമുറയിലേക്ക് കടന്നപ്പോൾ കുറെ ആൾക്കാരിന്റെ പേരങ്ങൾ മാറ്റി. ഈ WAFന്റെ പേരങ്ങൾ മാറ്റി. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ W വാട്സപ്പ്, ശരിയല്ലേ? W വാട്സപ്പ്, A ആൻഡ്രോയിഡ്, F എന്തായിരിക്കും? ഇതിനും പറഞ്ഞതിന് പറയാലോ, ഫേസ്ബുക്ക്. ജീവിതം നിലനിർത്താൻ വേണ്ടി ജലവും വായുവും ഭക്ഷണവുമാണ് വേണ്ടിയിരുന്നെങ്കിൽ പുതിയ കാലക്രമത്തിൽ അത് വാട്സപ്പും ഫേസ്ബുക്കും ആൻഡ്രോയിഡുമായി നമ്മുടെ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ SNDക്കാരൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും, എങ്കിലും കുറച്ച് പുതിയ ആൾക്കാരോടുള്ളത് ചോദിക്കുന്നത്. കൊരങ്ങനാണോ കൊരങ്ങന്റെ വാലിനാണോ നീട്ടം കൂടുതൽ? ഉത്തരം പറയാനൊരു പറയില്ല, അറിയാവുന്നവര്. കൊരങ്ങനാണോ കൊരങ്ങന്റെ വാലിനാണോ നീട്ടം കൂടുതൽ? ഏതാ നീട്ടം കൂടുതൽ? വാലിനാണല്ലേ? ആണോ? വാലിനാണെന്നുള്ളവർക്ക് കൈവന്നിച്ച്, വാലിനാണെന്നുള്ളവർക്ക് കൈവന്നിച്ച്. വാല് എന്തിന്റെ ഭാഗ? കൊരങ്ങന്റെ ഭാഗമാണല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ മുന്നിൽ അടുത്തൊരു ചോദ്യം. മനുഷ്യനാണോ പ്രകൃതിയാണോ വലുത്? ആരാ വലുത്? ആരാ വലുത്? മറുപടി വേണ്ട, ഉത്തരം വേണ്ടേ? മനുഷ്യനാണോ പ്രകൃതിയാണോ വലുത്? പ്രകൃതിയാണല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു ദിവസം ഈ ഭൂമുഖത്ത് മനുഷ്യനില്ലാത്ത അവസ്ഥയെ പറ്റി ആലോചിക്കുക. പ്രകൃതിക്ക് വല്ലതും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ പ്രകൃതിയിൽ ശുദ്ധവായു ഇല്ല, ജലമില്ല, ഭക്ഷണമില്ല എങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യജീവിതം സാധ്യമാണോ? ആണോ? അല്ല. ഇവിടെയാണ് പ്രകൃതിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്വാഗതഗാനം നമ്മൾ വളരെ കേട്ടൂലേ? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടം വാസം സാധ്യമോ? നമ്മുടെ പൂർവികന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ ജൈവ വൈവിധ്യം, അതിൽ മണ്ണുണ്ട്, ജലമുണ്ട്, സൂക്ഷ്മ ജീവികളുണ്ട്, എല്ലാതുമുണ്ട്. അതെല്ലാം ജീവന്റെ തുടിപ്പായിട്ടുള്ള എല്ലാതും അടങ്ങുന്ന ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാമൂഹികവും ധാർമ്മികവുമായിട്ട് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വന്നപ്പോഴാണ് നമുക്ക് ഇതുപോലെ ദിനാചരണങ്ങൾ ആവശ്യമായി വന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഈ പരിസ്ഥിതി ദിനാചരണം ജൂൺ 5 മാത്രം നടത്തിയാൽ പോരാ. ജീവിതത്തിലുടനീളം ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ സെക്കൻഡിലും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ദൃഢപ്രതിജ്ഞയും തീരുമാനവും പ്രവൃത്തിയും കർമ്മവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. നേരത്തെ ഗിരീഷ് ആമുഖത്തിൽ പറഞ്ഞു നമുക്ക് ശുദ്ധവായു ലഭിക്കാൻ ഓക്സിജൻ കിറ്റുകൾ വിപണിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ പല രാജ്യങ്ങളിലും ശുദ്ധവായു ലഭിക്കാതെ യാത്രയ്ക്ക് പോകുമ്പോൾ ശുദ്ധവായു കിട്ടുന്നതിന് വേണ്ടി ഓക്സിജൻ കിറ്റുകൾ ലോക വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. വരാൻ പോകുന്നതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. അത് ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ കേട്ടത്, മനസ്സിലാക്കിയത്. ഓക്സിജൻ കിറ്റുകൾ പോലും വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞ അവസ്ഥ വന്നിരിക്കുന്നു. അത്ര കണ്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. അത്ര കണ്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗ്രീൻ പുല്ലൂർ മേഖലയിൽ ഈ
പ്രചരണത്തിന് അത് നമ്മൾ ലോക പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ 2.5 വർഷമായി ഗ്രീൻ പുല്ലൂരിന്റെ ഭാഗമായി ഇതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇതൊരു ജൂൺ 5 മാത്രം ഒതുക്കി നിൽക്കാവുന്ന പ്രവർത്തനമല്ല. എന്തുമാട്ടെ ഞാൻ എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾക്ക് ചെറിയ ഉപകാരങ്ങൾ ഇവിടെ നൽകും. പച്ചക്കറി വിത്തുകളുണ്ട്, ചില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരത്തൈകളുണ്ട്, അതും നിങ്ങൾക്ക് ഇവിടെ നൽകും. ഇതിനു പുറമെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശ രഹിത വായ്പ, കൃഷി തുടങ്ങുന്നതിന് വേണ്ടി പലിശയില്ലാത്ത വായ്പ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് അടുത്ത തിങ്കളാഴ്ച മുതൽ നമുക്ക് ഇവിടെ കൊടുത്തു കൊടുക്കും. താല്പര്യമുള്ള സംഘടനകൾക്ക് അത് നമുക്ക് എടുത്ത് കൃഷി ഉപയോഗിക്കാവുന്നതാണ്. ഏത് തരത്തിലായാലും വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ശരീരത്തെയും സംരക്ഷിച്ച് ആരോഗ്യമുള്ള തലമുറ ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു വികസനം നമ്മുടെ നാട്ടിലുണ്ടാകാൻ വേണ്ടി കഴിയുള്ളൂ. അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിനോട് ഈ പുല്ലൂർ നാട്ടിലെ ജനങ്ങൾ വളരെ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവുമാണ് പ്രകടിപ്പിച്ചു വരുന്നത്. അതിന് ഞാൻ അവരോട് എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പരിപാടി, എല്ലാ പരിപാടിയും നമ്മൾ എവിടെ സംഘടിപ്പിക്കാറ്? ബാങ്കിൽ വെച്ച് സംഘടിപ്പിക്കാറ്. ഇത്തവണ നമ്മുടെ ഈ വർഷത്തെ പരിപാടി നമ്മുടെ ബാങ്കിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ നടത്താണ്. ഇപ്പൊ യോഗ ക്ലാസ് തുറവങ്ങാട് നടന്നില്ലേ? നടക്കണ്ടേ ഇപ്പം? ഇല്ലേ? എത്ര പേർക്ക് പങ്കെടുക്കുന്നവരില്ലേ? അറിയില്ല. 2-3 പേർക്ക്. ഇപ്പൊ തിങ്കളാഴ്ച ഊരകത്ത് യോഗ ക്ലാസ് ആരംഭിക്കുകയാണ്. അതുപോലെ ഇന്നിപ്പോ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. ഇതിനെ ബാങ്കിനെ സഹായിച്ച ചില പ്രസ്ഥാനങ്ങളുണ്ട്. അവർ നന്ദിപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അതിൽ പ്രത്യേകിച്ച് വീര സഹായ സംഘം, അതുപോലെ മന സഹായ സംഘം, ഇവരൊക്കെ പച്ചക്കറി കൃഷി നടത്തുന്നതാണ്. ബാങ്കിൽ രജിസ്റ്റർ പച്ചക്കറി കൃഷി നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇവർ 3 പ്രധാനമായിട്ടും ഇതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിന് കീഴിൽ രജിസ്റ്ററിലെ വിവിധ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവരൊക്കെ തന്നെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ജൂൺ മധ്യത്തോടുകൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ വേണ്ടി ഒരു ചെറിയ ഹാള് നമ്മളോട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഹാളിന്റെ ഉദ്ഘാടനം ഏകദേശം 20-ാം തീയതിയോടുകൂടി നടക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഹകരണ വകുപ്പ് മന്ത്രിയുടെ ലഭ്യത അനുസരിച്ച് 20-ാം തീയതിക്കുള്ളിൽ ഹാളിന്റെ ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം തന്നെ ഒരു ഫൈനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം, ജനങ്ങളെ സാമ്പത്തികമായി അച്ചടക്കമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഒരു വ്യക്തിത്വ വികസന പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ +2 SSLC കഴിഞ്ഞവർക്ക് അവർക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി വളരെ മിതമായ നിരക്കിൽ പലിശയോടുകൂടി ലോണുകളും നമ്മൾ അങ്ങനെ പദ്ധതികളെല്ലാം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളിലെല്ലാം ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടായാൽ മാത്രമാണ് വിജയത്തിലെത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.